വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ചീനവലകൾക്ക് പൊള്ളപ്പായൽ ഭീഷണി, മത്സ്യം ഇല്ല, വലകൾ നശിക്കുന്നതായി പരാതി. ചീനവല സംരക്ഷണത്തിനും മത്സ്യബന്ധനത്തിനും ഭീഷണിയും പ്രതിസന്ധിയും ഉയർത്തി പോളപ്പായൽക്കൂട്ടം. പൈതൃക കൊച്ചിയുടെ സവിശേഷ കാഴ്ചക്കൊപ്പം പഴയകാല മത്സ്യബന്ധന രീതിയാണ് ചീനവലകളുടേത്. തീരങ്ങളിൽ കടലേറ്റ ഇറക്കവേളകളിൽ വലകൾ വെള്ളത്തിലിറക്കിയാണ് മീൻപിടുത്തം. അതിരാവിലെ 4 മുതൽ 8 വരെയും രാത്രി 9 മണി വേളയിലുമായിരിക്കും ചീനവല മത്സ്യബന്ധനം ഏറെയും നടക്കുന്നത്. എന്നാൽ കായലുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോളപ്പാലുകൾ വലകളിൽ കുടുങ്ങിയും മത്സ്യസഞ്ചാരത്തിനും പ്രജനനവും തടസ്സപ്പെടുത്തുന്നത് ചീനവല തൊഴിലാളികളെ നിത്യ ദാരിദ്ര്യത്തിലാക്കിയിരിക്കുകയാണ്. ഒരേ സമയം ഒരു വല വലിക്കാൻ 4 മുതൽ 8 പേർ വരെ ഉണ്ടാവും. 350 രൂപയും ചിലവുമാണ് ഇവരുടെ വേതനം. പ്രതിദിനം 2000 മുതൽ 4000 രൂപ വരെ ലഭിച്ചാലേ തൊഴിലാളിക്ക് വരുമാനമുണ്ടാകും. അതിൽ കൂടുതൽ തുക കിട്ടിയാലേ വല ഉടമയ്ക്ക് വരുമാനം ലഭിക്കും. മഴക്കാലത്താണ് ഏറെ ആവശ്യക്കാരുള്ള കായൽ മത്സ്യങ്ങളായ പല്ലിമീൻ, പറ്റ, പുറമീൻ അടക്കമുള്ളവ ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഇത്തരം മീനുകൾ അപൂർവമായാണ് ലഭിച്ചത്. ഇത് പോളപ്പായൽ മൂലമാണെന്നാണ് വിലയിരുത്തുന്നത്. ഇതുമൂലം മണിക്കൂറുകളോളം വലയിട്ടിട്ടും 1000 രൂപ പോലും ലഭിക്കാത്ത ദിനങ്ങളുണ്ടായിട്ടുണ്ടെന്ന് വല ഉടമകളിൽ ഒരാളായ സ്വരാജ് പറഞ്ഞു. ചായക്കാശ് പോലും കയ്യിൽ നിന്നിടേണ്ട ഗതികേടിലാണ്. കൂട്ടമായെത്തുന്ന പോളപ്പായലുകൾ ചില ഘട്ടങ്ങളിൽ ശക്തമായി ഇടിച്ച് കമ്പുകൾ ഒടിയുകയും വലകൾ മുറിയുകയും ചെയ്യാറുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴക്കാലത്തെ കോള് നഷ്ടം ചീനവല തൊഴിലാളികളെയും പിന്തിരിപ്പിക്കാനിടയാക്കുമെന്ന ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. ഒന്നിലെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോരും, വലയിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ചില സമയത്ത് ഇത് ചീഞ്ഞിട്ട് ഇത് അടിയെന്ന് പറയും. അതായത് മാറാമ്പലി പോലെ വെള്ളത്തിൽ കംപ്ലീറ്റ് സ്പ്രെഡായി കിടക്കും. അപ്പോൾ വല പിടിക്കുമ്പോൾ വലയുടെ കംപ്ലീറ്റ് കണ്ണികൾ അടഞ്ഞ് അതിൻ്റെ ബ്രാസും കാര്യങ്ങളും, അത് മീൻസ് ആ കമ്പുകൾ കംപ്ലീറ്റ് ഒടിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെയാണ് ചില സീസൺ അവസാനമാകുമ്പോൾ ഡിസംബർ ജാനുവരിയൊക്കെ ആകുമ്പോൾ ഈ പാവൽ ഓരോ വീടുകളുടെ ഫ്രണ്ടിൽ അട്ടിക്കട്ടിക്കട്ടിക്കിട്ട് കൂടിയിട്ട് വലിയൊരു ചങ്ങാടം വരുന്ന മാതിരിയാണെങ്കിൽ വന്നിട്ട് വലക്കിടിച്ചിട്ട് വല ഒടിയുന്നത് നിത്യസംഭവമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വല ഒടിയുന്നതിനൊന്നും സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൈതൃകത്തിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് തടികൾ കിട്ടി. പക്ഷേ ആ തടികൾ കംപ്ലീറ്റ് വെറും പാഴ്ത്തടികളാണ്. അതായത് അത് വെച്ച് പണിതിട്ട് 1 മാസമാകുന്നതിന് മുമ്പാട് തന്നെ പൊട്ടുകളാണ് വീണത്. വെറുതെ നമ്മുടെ നാടൻ തേക്കിനെക്കാട്ടി വളരെ മോശമായിട്ടുള്ള തേക്കുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വലയിൽ കയറ്റിയിട്ട് അതേപോലെ തന്നെ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ഫുള്ളായിട്ട് തടിയിട്ട് പണിത് കഴിഞ്ഞാൽ പൈതൃകത്തിൻ്റെ ഇതിൽ അതിൻ്റെ പണിക്കാശും ചെലവാശും എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് സാമഗ്രികളും എല്ലാം മേടിച്ച് പണിതു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയുടെ മുകളിൽ ആയി. അതിൻ്റെ ബില്ലുകൾ കൊടുത്തിട്ട് 2 കൊല്ലമായി. ഇപ്പോഴും അതിൻ്റെ പൈസ 1 രൂപ പോലും കൊച്ചു വലക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 2 വല പണിത് അവർക്കെന്തോ അതിൻ്റെ കുറ്റിയടിച്ചിൻ്റെ ചെറിയൊരു ഫണ്ട് കിട്ടിയെന്ന് പറയണതല്ലാണ്ട്. പോളപ്പായൽ ഉടലെടുക്കുന്ന കുട്ടനാട് മേഖലയിൽ തന്നെ നശിപ്പിക്കാനോ കൊച്ചി വേമ്പനാട്ട് കായലുകളിൽ തടഞ്ഞു നിർത്തി നശിപ്പിക്കാനോ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ചീനവല തൊഴിലാളികൾ പറഞ്ഞു. ഇത്തരം സാഹചര്യം തുടരുന്നത് ചീനവല നശീകരണത്തിനിടയാക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നത്. 5 പേര് വെച്ചിട്ട് രാവിലെയും രാത്രിയുമായിട്ട് വലിക്കുന്നത്. ഈ പാവലിൻ്റെ ശല്യം കാരണം ശരിക്കും ഞങ്ങൾക്ക് വല വലിക്കാനൊന്നും പറ്റണില്ല. മീൻ കുറവാണ് കിട്ടുന്നത്. വല വലിക്കാനായിട്ട് പാവലായ കാരണം നമുക്ക് പറ്റാറില്ല. ആകെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000-1200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 4 പേരുടെ 5 പേരുണ്ടാവും. അവർക്ക് ഇത് ഡിവൈഡ് ചെയ്താൽ തന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രിയൊക്കെ വലിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.